നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ കുറുകപ്പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിനെതിരെ ജനങ്ങൾ ചേർന്ന് ഡിവൈഎസ്പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ച നൌഷാദ് തെക്കയിൽ എന്ന മനുഷ്യാവകാശ പ്രവർത്തകന് നേരെ ഈ പറയുന്ന ഷമീർ കുന്നമംഗലത്തിന്റെ ആൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന സത്താർ എന്ന വ്യക്തി വിളിച്ച് വധഭീഷണി മുഴക്കിയിരിക്കുകയാണ്. നൌഷാദ് മുക്കത്തേക്ക് വരണോ? എന്റെ മേത്തെന്ന് ഞാന് പാന്തം ചെയ്തും അത് മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് മാറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ വൈഫിനെ പലവട്ടം വിളിച്ചിട്ടുണ്ട്. ആ റെക്കോർഡും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ആരെ വൈഫിനാ? വക്കീലിന്റെ വൈഫിനെ. എന്നിട്ട് എന്താണുള്ളതൊക്കെ ഇനി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഉണ്ടാക്കിക്കോ, അതിനുള്ള നടപടി എടുക്ക്. അപ്പൊ നടപടി അല്ലടാ, നടപടി എന്റെ മേത്തുനിന്ന് എടുക്കുക ഞാന്. എടാ എന്നോട് ഞാൻ എന്റെ നിലവാരത്തിൽ പറയാൻ പറ്റിയ ആളെ ഫോണിലൂടെ ഇദ്ദേഹത്തെ നൌഷാദ് തെക്കയിലിനെ ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിലാണ് ഈ സത്താർ എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചത്. അതിന് പിറകിൽ ഷമീർ കുന്നമംഗലമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് നൌഷാദ് തെക്കയിൽ ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. നമുക്ക് ഇക്കാര്യത്തിൽ നൌഷാദ് തെക്കയിലിന്റെ പ്രതികരണം എന്താണ് എന്ന് അന്വേഷിക്കാം. ഇപ്പോൾ ഇത്തരത്തിലൊരു വധഭീഷണി ഉണ്ടാവുന്നതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്? അത് കറുകപ്പുത്തൂര് ഷൊർണൂരിനടുത്ത് അവിടെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായി. അപ്പൊ അതിന്റെ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകളും കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളുകളും അതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ഡിവൈഎസ്പിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു, നാട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാനൊരു മീഡിയയിൽ സ്റ്റേറ്റ്മെന്റ് നടത്തി. ഈ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണ്. ഞാൻ ഡിവൈഎസ്പിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ പറയല്ലോ, നമ്മൾ പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനാണ്. പല വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിജീവിതകൾക്കും മറ്റുള്ള ഇരകളായ മറ്റുള്ള ആളുകൾക്കൊക്കെ സഹായം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളാണ്. പൊതുവിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പറയുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ അവിടുന്ന് ആ മീഡിയ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഷൊർണൂർ ഡിവൈഎസ്പി അന്വേഷിക്കുന്ന വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കട്ടെ, അത് സുതാര്യമാകട്ടെ, ചാരിറ്റി പ്രവർത്തനങ്ങൾ സുതാര്യമാകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ചാരിറ്റി പ്രവർത്തകൻ ഈ ഷമീർ കുന്നമംഗലത്തിന്റെ അനുയായി എന്ന് പറയുന്ന മുക്കത്തുള്ള ഒരു സത്താർ എന്നെ വിളിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അത് കുന്നമംഗലം പോലീസിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഏതായാലും കുന്നമംഗലം പോലീസ് അതിൽ കൃത്യമായ നടപടി എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ സത്താർ എന്ന് പറയുന്ന ആളാണ് ഇത്തരത്തിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഇതിന് പിറകിൽ ഷമീർ കുന്നമംഗലത്തിന്റെ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നു. തീർച്ചയായിട്ടും സത്താർ എന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ഷമീർ കുന്നമംഗലത്തിന്റെ ആളാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യത്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചാരിറ്റി മേഖല ചില മാഫിയകൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സീരിയസ് ആയിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അധികാരികളും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ കുറെ ഗുണ്ടാ സംഘങ്ങളൊക്കെ വെച്ച് ചാരിറ്റി മാഫിയ പോലെ നടത്തി അതിന്റെ മറവിൽ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അത് സത്യസന്ധമായി അന്വേഷിക്കപ്പെടണമെന്നാണ് എനിക്ക് പറയാം. ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖല ചില മാഫിയകൾ കൈയടക്കിയിരിക്കുന്നു എന്നാണ് നൌഷാദ് തെക്കയിൽ ആരോപിക്കുന്നത്. ഈ മാഫിയകളുടെ പിടിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല, മറിച്ച് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് നൌഷാദ് തെക്കയിൽ പറയുന്നത്. അതിന് വിലങ്ങ് തടിയായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് നേരെ വധഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് താൻ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് നൌഷാദ് തെക്കയിൽ പറയുന്നത്. എന്തൊക്കെയായാലും സുതാര്യമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട് കുന്നമംഗലത്ത് നിന്നും അൻവറിനൊപ്പം നിഖിൽ കാടത്ത, മറുനാടൻ TV.